മുംബൈ ടീമിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആദ്യം മുംബൈ പാണ്ഡ്യയെ വിളിച്ചെടുത്തപ്പോൾ മുംബൈ ആരാധകർ ഒന്ന് ഞെട്ടിയിരുന്നു. എങ്കിലും അവർ കരുതിയത് രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റനാവുമെന്നായിരുന്നു. എന്നാൽ മുംബൈ വീണ്ടും ട്വിസ്റ്റ് കൊണ്ടുവന്നു. പാണ്ഡ്യയെ അവരുടെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മയോട് ചോദിക്കാതെയാണ് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതെന്നാണ് റിപ്പോർട്ട്. രോഹിത് ശർമ്മയും മുംബൈ മാനേജ്മെന്റും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. ഇപ്പോഴിതാ പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റപ്പോൾ മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയോട് വീണ്ടും മുംബൈയുടെ ക്യാപ്റ്റനാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ രോഹിത് ഈ ഓഫർ നിരസിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. രോഹിത് ശർമ്മ RCBയിലേക്ക് കൂടുമാറാൻ പോവുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നീതാ അംബാനി രോഹിത്തുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ RCBയിലേക്ക് കൂടുമാറാൻ പോവുകയാണ്. രോഹിത് കൈവിട്ടാൽ അത് മുംബൈക്ക് തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നീതാ അംബാനി രോഹിത്തുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. രോഹിത്തിന് കോടികളുടെ ഓഫർ വാഗ്ദാനം ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇതേ സമയം തന്നെ RCB രോഹിത്തിന് വേണ്ടി രംഗത്തുണ്ട്. RCBയിലേക്ക് രോഹിത് വന്നാൽ രോഹിത് ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ. രോഹിത്തും കോഹ്ലിയും ഒന്നിച്ചാൽ പിന്നെ RCBയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. മുംബൈക്ക് വേണ്ടാത്ത രോഹിത്തിനെ RCB രണ്ടു കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. RCB രോഹിത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉടനടി ട്രേഡ് നടക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്നാൽ നീതാ അംബാനി രോഹിത്തിനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. പക്ഷേ രോഹിത്തിന് മുംബൈ ടീമിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മുംബൈ മാനേജ്മെന്റിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. രോഹിത്തിന് മുംബൈ ടീം വിട്ട് വേറെ ടീമിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയ്ക്ക് കോടികളുടെ ഓഫറാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ രോഹിത് കോടികളുടെ ഓഫർ നിരസിച്ച് RCB ടീമിലേക്ക് പോകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. മാർച്ച് 22 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ട്രേഡ് വിൻഡോ ഓപ്പൺ ആണ്. ഏത് താരങ്ങൾക്ക് വേണമെങ്കിലും ഏത് ടീമിലേക്ക് വേണമെങ്കിലും ചേക്കേറാൻ സാധിക്കും. ഇനി രോഹിത് ശർമ്മ ഏത് ടീമിലേക്ക് പോകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.